എന്താ കാണിക്കാണ്? താൻ എവിടെയുണ്ട്? ഗുരുവായൂർ ശ്രീലകത്ത് മാത്രമല്ല, എല്ലാ ചരാചരങ്ങളിലും ഞാനുണ്ട്. ഹൃദയം മുട്ടി വിളിച്ചോളൂ, നിങ്ങൾ എവിടെ വിളിച്ചാലും ഞാനുണ്ട്, സത്യമാണ് എന്ന് കാണിക്കുമാറ് നരസിംഹമൂർത്തിയായി അവതരിച്ച ആ ചരിത്രമോർത്ത് പ്രഹ്ലാദനെ പോലെ ഭക്തിയുണ്ടാവാൻ, തിരുനാമം ജപിക്കാൻ കനിയണേ കൃഷ്ണ ഹരേ എന്ന് പ്രാർത്ഥിക്കണേ പുണ്യശാലികളെ എന്ന് കാണിക്കുന്ന ആ രംഗം സപ്തമം കൊണ്ട് വർണ്ണിച്ചു. അഷ്ടമസ്കന്ധത്തിലാണെങ്കിൽ ഗജേന്ദ്രമോക്ഷം. എന്താ ഗുരുവായൂരപ്പന്റെ പ്രീതിക്ക് കാരണം? പണമല്ല, പദവിയല്ല, സൗന്ദര്യമല്ല, ആരോഗ്യമല്ല, ആഭിജാത്യമല്ല, ഇതൊന്നുമല്ല, ഭക്തിയാണ് ഭഗവത് പ്രീതിക്ക് കാരണം. ഗജേന്ദ്രൻ എന്താണുള്ളത്? ഒരു കാട്ടാനയായിരുന്നു. സൗന്ദര്യമില്ല, പാണ്ഡിത്യമില്ല, പക്ഷേ ഹൃദയം ഭഗവാനിൽ അർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഗുരുവായൂരപ്പ, അടിയന്റെ ജീവിതമാകുന്ന തുമ്പി സംസാരാഴിയില് ഇതാ താഴ് പോവാണ് ചെയ്യണത്. ജീവിതത്തൊമ്പി താഴുന്നതിന് മുമ്പ് ഓടിയെഴുന്നള്ളണേ, കരകയറ്റണേ, നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞ് ഒരു വിളി അങ്ങോട്ട് വിളിച്ച് പോയിക്കും. ഭൂരികാരുണ്യവേഗാൽ ആ ഗരുഡന്റെ വേഗം പോലും പോരാ എന്ന് കരുതി ഗരുഡനെ തട്ടി നീക്കി തൃച്ചക്രമെടുത്ത് ഒരു ചാട്ടം ചാടി രക്ഷിച്ചു ഗജേന്ദ്രനെ. കൃപയോജ്ജഹാര. ഇതുപോലെ ഗുരുവായൂരപ്പ, ഞങ്ങളെല്ലാം സംസാരമാകുന്ന സരസിൽ പ്രാരബ്ധ മുതലയുടെ കടിയേറ്റ് അനേകമാനമായിട്ട് ഇതാ കുഴങ്ങാണ്. ഞങ്ങളുടെ ജീവിതത്വം താഴുന്നതിന് മുമ്പ് എഴുന്നള്ളണേ, സംസാരത്തിൽ നിന്ന് കരകയറ്റണേ. അതിനൊന്നും അർപ്പിക്കാനില്ല. പണ്ടത്തെ ഗജേന്ദ്രന്റെ പിന്നിൽ നിന്നുകൊണ്ട് മനസ്സാകുന്ന താമരപ്പൂവ്, സങ്കല്പമാകുന്ന തുമ്പി കൈകൊണ്ട് അടിയങ്ങൾ അർപ്പിക്കണേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ, നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് നിത്യേന പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ഗജേന്ദ്രഭാവത്തിൽ അർപ്പിക്കണേ. ഭക്തജനങ്ങളെ, മറക്കരുതേ നിങ്ങൾ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ, നിങ്ങളെ കാത്തുരക്ഷിക്കോ എന്ന് കാണിക്കുന്ന ഗജേന്ദ്രമോക്ഷം അനുസ്മരിച്ചു. അത് കഴിഞ്ഞ് അമൃതമഥനം, ശങ്കരമോഹന ചരിത്രം, മഹാബലിയുടെ ചരിത്രം, വാമനാവതാര ചരിത്രം, മത്സ്യാവതാരം മുതലായ ചരിത്രങ്ങളും വർണ്ണിച്ചു. പിന്നെ നവമസ്കന്ധത്തില് അംബരീഷന്റെ ചരിത്രം, വംശം, സകരൻ സകരപുത്രാദികളുടെ ചരിത്രം, ഖട്വാങ്കന്റെ ചരിത്രം, ശ്രീരാമാവതാര ചരിത്രം, സ്ത്രീപും പ്രസംഗയേതാദൃക് സർവത്ര ത്രാസമാവഹ അവീശ്വരാണാങ്കിമുത ഗ്രാമ്യസ്യ ഗൃഹതേതസ. എന്താ രാമായണം കൊണ്ട് ആടിപ്പാടി കാണിച്ചത്? സാക്ഷാൽ സച്ചിദാനന്ദ ബ്രഹ്മമായ ഭഗവാൻ ശ്രീരാമരൂപേണ അവതരിച്ച് എത്രയെത്ര കണ്ണീരാണ് വാർത്തത്. ദണ്ഡകാദി വനങ്ങളിലെ കല്ലും മുള്ളിലും പ്രിയതമയുടെ സീതയുടെ ആ പ്രിയതമയായ സീതയുടെ കരങ്ങൾ പല്ലവങ്ങൾ പിടിച്ച് നടന്ന് തൃക്കാലടിയെല്ലാം പൊട്ടി വീണ്ട് ക്ലേശിച്ചു. സീതാവിരഹത്തിൽ എത്രയാണ് കണ്ണീരവിടുന്ന് വാർത്തത്? എന്താ കാണിക്കുന്നത്? ലോകമേ, പൂർണ്ണബ്രഹ്മമായ താൻ തന്നെയായാലും ഗാരികസ്ഥ ജീവിതത്തിൽ ഇറങ്ങിയാൽ കണ്ണീര് വാർക്കേണ്ടതായിട്ടാണ് വരിക. അതില്ലാത്തൊരു സ്ഥാനം സച്ചിദാനന്ദഘട്ടയായ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളെ ആശ്രയിച്ച് ഭാഗവതാദികളെ കേട്ട് ഹരേ നാരായണ നാരായണ എന്ന് കീർത്തിക്ക മാത്രമാണ് എന്ന് സ്വജീവിതത്താൽ ആടിപ്പാടിയ ആ തൃപ്രയാഗത്തെ അവരുടെ തൃപ്പാദങ്ങളെ നിത്യേന നമസ്കരിക്കണേ പുണ്യശാലികളെ. വന്ദേ മഹാപുരുഷത്തെ ചരണാരവിന്ദം രഘുപതിം ശരണം പ്രപദ്യേ എന്ന് പ്രാർത്ഥിക്കണേ. മാത്രം പോരാ, അവിടുത്തെ കണ്ണിലുണ്ണിയായ ആഞ്ജനേയസ്വാമിയുടെ പാദത്തിലും വന്ന് നമസ്കരിക്കണേ. എത്രയെത്ര രഘുനാഥകീർത്തനം തത്ര തത്ര ഹൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിന്നമത രാക്ഷസാന്തകം
എന്നനുസ്മരിപ്പിക്കുന്ന രാമായണം അർപ്പിച്ചു. പരശുരാമാവതാരം കൗരവവംശവർണ്ണന, യാദവവംശവർണ്ണന. യാദവവംശത്തിന്റെ അവസാനത്തിൽ വർണ്ണനയിൽ ദേവകീ വസുദേവന്മാരുടെ ചരിത്രം, ദേവകീദേവിയെ വസുദേവരെയും കംസൻ കാരാഗ്രഹത്തിലാണ് കെട്ടിയിട്ടത്. പക്ഷേ ഏത് സംസാരമാകുന്ന കൽത്തുറങ്കിൽ പ്രാരബ്ധങ്ങൾ കൊണ്ട് കെട്ടിയിട്ട ജീവനായാലും പ്രാണവേദന അഴിക്കുന്ന അനുഭവപ്പെടുന്നവനായാലും ഹൃദയത്തിൽ ഭക്തിയുണ്ടോ, ഹരേ കൃഷ്ണ നാരായണ എന്ന ഭാവമുണ്ടോ, അവിടെ താൻ മിന്നിത്തിളങ്ങുമെന്ന് കാണിക്കുമാറ് തമത്ഭുതം ബാലകമം ഭുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മംഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രമയോദസൗഭഗം മഹാരികവൈരൂര്യകിരീടകുണ്ടലത്വിഷാപരിഷ്വക്തസഹസ്രകുന്തളം ഉദ്ദാമകാഞ്ചി അംഗദകങ്കണാദിഭിർവിരോചമാനം വസുദേവ ഐക്ഷത സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം എന്ന് കാണിക്കുമാറ് ദേവകീ വസുദേവന്മാരുടെ മുന്നിൽ അവതരിച്ച പോലെ ഓരോ ജീവനാകുന്ന ദേവകീ വസുദേവന്മാരുടെ അടിയങ്ങളുടെ മുന്നിലും പ്രകാശിക്കണേ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ചോളൂ സുഹൃതികളെ. ഭഗവാൻ മിന്നിത്തിളങ്ങുമെന്ന് കാണിക്കുന്ന കൃഷ്ണാവതാര ചരിത്രം, ബാലലീലകള്, നാമകരണം, തൃണാവർത്തമോക്ഷം, ഉലൂകലബന്ധനം, വത്സാദികളെയും അഘാസുരാദികളെയും മറ്റും നിഗ്രഹിച്ചത് വത്സസ്തേയം, കാളിയമർദ്ദനം, പ്രലംബാസുരവധം, ഗോപസ്ത്രീകളുടെ വേണുഗാനത്താലുണ്ടായ ഭക്തിവൈഭവം, 10, 11, 12 വയസ്സായ ഗോപകുമാരികമാര് ശ്രീകൃഷ്ണന്റെ സൗന്ദര്യം അങ്ങനെ നുകർന്ന് മധുരമധുരമായ തിരുവായ്മൊഴി അങ്ങനെ കേട്ട് പ്രാണനാഥനായിട്ട് ഭഗവാനെ കിട്ടാൻ വയ്യ എന്ന ഉത്കടമായ ഭാവം വന്ന് എന്താ ആപത്തിൽ ചെയ്യേണ്ടത് അവർക്ക് അറിയാം. ആപതി കിങ്കരണീയം സ്മരണീയം ചരണയുഗളമമ്പായ. ആപത്തിൽ എന്തു ചെയ്യണം? ഈ ഇടത്തേടത്തുകാവിലമ്മയുടെ ചോറ്റാനിക്കലമ്മയുടെ തൃക്കാലടികൾ സ്മരിക്കുകയാണ് വേണ്ടത്. എന്താപത്ത്? പണല്യായല്ല ആപത്ത്, സൗന്ദര്യല്യായല്ല ആപത്ത്, മറ്റുള്ള യോഗ്യതകളൊന്നുമില്ലായകയല്ല ആപത്ത്, ശ്രീകൃഷ്ണനെ കിട്ടായികയാണ് ആപത്ത്. ആപനിവൃത്തിക്ക് നമുക്ക് കാർത്യായനി പൂജ ചെയ്യാ എന്നുള്ള നിലയ്ക്ക് കാളിന്തി തീരത്തിൽ അമ്മയുടെ വിഗ്രഹം ഉണ്ടാക്കി ആ സർവാലങ്കാര ഭൂഷിതയായ ജഗദംബിയുടെ ചരണകമലങ്ങളിൽ നമസ്കരിച്ച് ഗോപികൾ പ്രാർത്ഥിച്ച പോലെ കാർത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമ്മേ കുരുതേ നമഃ എന്ന് പ്രാർത്ഥിച്ചോളൂ. പുണ്യശാലികളെ, അമ്മയുടെ അടിമലരിൽ ഭക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. ആ ജീവനെയാണ് ഭഗവാൻ സ്വീകരിക്ക എന്ന് കാണിക്കുന്ന കാർത്യായനി പൂജ, വിപ്രപത്നി, മോക്ഷം, ഗോവർദ്ധനയാഗം, ഗോവർദ്ധനോദ്ധാരണം, വരുണജയം, രാസക്രീഡാകേശ്വരിഷ്ടാദികളെ നിഗ്രഹിച്ചത്, മല്ലയുദ്ധം മുതലായ ചരിത്രങ്ങള്, കംസവധം, ഗുരുകുലവാസം, അത് കഴിഞ്ഞ് മഹാഭാഗവതോത്തമനായ ഉദ്ധവനെ ഗോപസ്ത്രീകളുടെ ഭക്തിയെ പ്രകാശനം ചെയ്യാനായിട്ട് ഏവം ഭക്തി സകലേ ഭുവനേ നേക്ഷിതാന ശ്രുതാവ കിം ശാസ്ത്രൗകയ്യ കിമിഹ തപസാ ഗോപികാഭ്യോ നമോസ്തു എന്ന് അനുഭവപ്പെടുത്തുമാർ വന്ദിപ്പിച്ച ആ ദിവ്യചരിത്രമോർത്ത് ഗോപസ്ത്രീകളുടെ കാൽപ്പൊടികളിൽ ആരാ നമസ്കരിക്കുന്നത്? ഉദ്ധവനാണ്. ഉദ്ധവോ ബുദ്ധിസത്തമ, ബുദ്ധിജീവികളിൽ വെച്ച അഗ്രഗണ്യനാണ്, പ്രധാനമന്ത്രിയാണ്, ഭഗവാന്റെ പ്രിയ ശിഷ്യനാണ്, സഖാവാണ്. നോദ്ധവോന്വഭിമന്യോന, ഉദ്ധവാങ് എന്നേക്കാൾ ഒട്ടും താഴെയാണ്, തന്നേക്കാൾ ഒരു പൊടി മേധയാണെന്നാണ് ഭഗവാന്റെ അഭിപ്രായം തോന്നും പറയുന്നേട്ടാൽ. അങ്ങനെയുള്ള ആ ഉദ്ധവനാണ്. ഒരു ജ്ഞാനമില്ലാത്ത ആളല്ല. ഗോപസ്ത്രീകളെ പോലെ കണ്ണനുണ്ണി കണ്ണിലും സർവത്ര കളിയാടിക്കൊണ്ട് ശ്രീകൃഷ്ണ പ്രേമത്തിൽ ലയിച്ചുകൊണ്ട് കൃഷ്ണ കൃഷ്ണ എന്ന് കീർത്തിക്കാറാക്കി തരണേ.
അതിന് പുണ്യവതികളായ നിന്ദ്യോടിമാരുടെ കാൽപ്പടിയിൽ അടിയന്താ നമസ്കരിക്കണേ. വന്ദേ നന്ദൂരജ സ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശാസാം ഹരികഥോൽഗീതം പുനാതിഭുവനത്രയം എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളതായ ആ നമസ്കാരം ഭക്തിക്ക് വേണ്ടി ഉദ്ധവൻ പോലും നമസ്കരിച്ച ആ രംഗം മറക്കരുതേ. അത് കഴിഞ്ഞ് മുച്ചുകുന്ദനെ അനുഗ്രഹിച്ചത് രുക്മിണീ കല്യാണ ചരിത്രം, സിമന്തക ചരിത്രം, മറ്റു കല്യാണങ്ങള്, കരിഹിച്ചിതധ്യായം, ബാണയുദ്ധം, പൗണ്ഡ്രകവാസുദേവന് മുക്തിയെ നൽകിയത്, രാജസൂയയാഗത്തിലുള്ള എഴുന്നള്ളത്ത്, രാജസൂയയാഗം നിർവഹിക്കല്, സാൽവയുദ്ധാദികള്, ബലരാമസ്വാമിയുടെ തീർത്ഥാടനം, കുചേലോപാഖ്യാനം, ഗ്രഹണക്കുളി, സിമന്തപഞ്ചകത്തിലെ ഗ്രഹണക്കുളി, സുഭദ്രാഹരണ ചരിത്രം, അതും കഴിഞ്ഞ് വേദങ്ങളുടെ പരമസിദ്ധാന്തം, ശ്രുതിഗീത, മൃഗാസുരന്റെ ചരിത്രം, സന്താനഗോപാല ചരിത്രം, ഇങ്ങനെയുള്ള ദശമസ്കന്ധവും ഭക്തജനങ്ങളെ നിങ്ങളുടെ മുമ്പിൽ അർപ്പിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഏകാദശ സ്കന്ധത്തില് യാദവകുലത്തിന്റെ നാശം, വൈരാഗ്യത്തിന് വേണ്ടി ഉപദേശിച്ചത്, നിമിജ എന്ന സംവാദരൂപേണ മുക്തി എന്ന വിഷയത്തെക്കുറിച്ച് പ്രതിപാദിച്ചതായ സതുപദേശം, അതിനെ തന്നെ വ്യാഖ്യാനം എന്നോണം ഭഗവാൻ ഉദ്ധവന് സകല സംശയങ്ങളെയും ദൂരീകരിച്ച് ഉപദേശം ചെയ്ത ആ ഭഗവത് ഉദ്ധവ സംവാദം, നാഹം തവാംഘ്രിലകമലം ക്ഷണാർദ്ധമവികേശവാ യക്തും സമുത്സഹേ നാഥ സ്വധാമനയമാമപി. ശ്രീഹരേ, കൈവിടരുതേ. അവിടുന്ന് ഭൂലോകത്തെ കൈവടിയാണോ ഗുരുവായൂരപ്പ? അങ്ങനെ ചെയ്യില്ല അവിടുന്ന്. എന്താ ഉദ്ധവന് വേണ്ടത്? അടിയനെ അവിടുത്തെ യഥാസ്ഥാനത്തിൽ എത്തിക്കണേ. എത്തിക്കോളൂ, നാമം ചോദിച്ചോളൂ. അടിയനും സാധ്യല്ല, അവിടുന്ന് കരിയണം. അവിടുന്ന് അനുഗ്രഹിച്ചെത്തിക്കണേ വേണ്ട സ്ഥാനത്തില്. മായേ ഭയണ്ടോ ഇല്ല. ത്വയോപഭുക്ത സ്രഗന്ധവാസോലങ്കാര ചർച്ചിത. അവിടുത്തെ മാധ്യങ്ങൾ അണിഞ്ഞും അവിടുത്തെ വാഗച്ചാർത്ത് സേവിച്ചും അവിടുത്തെ മതിലകത്ത സച്ചിദാനന്ദ കാറ്റേറ്റും ഭാഗവതം ശ്രവണം ചെയ്തും മഹാത്മാക്കളുടെ കാൽപ്പടിയിൽ നമസ്കരിച്ചും ജീവിക്കുന്ന അടിയന് മായേ ഭയമില്ല. പക്ഷേ ഈ സുന്ദര രൂപം കൈവിടാൻ സാധ്യമല്ല. തൃക്കാലടി കൈവിടരുതേ എന്ന് പറഞ്ഞ ഉദ്ധവന് ആത്മാവ് നിത്യവസ്തുവാണ്. ആത്മാവിന് ശരീരാദികളോടുള്ളതായ സ്നേഹമാണ് ബന്ധകാരണം എന്ന് മനസ്സിലാക്കി സ്നേഹം സ്വജനബന്ധുഷു, സ്വജനങ്ങളിലും മറ്റുള്ള പദാർത്ഥങ്ങളിലുള്ളതായ സകല ബന്ധ സ്നേഹത്തെയും വിടർത്തിയെടുത്ത് ആത്മസ്വരൂപിയായ എന്നിൽ സന്യസിക്കൂ, എന്നെ സാക്ഷാത്കരിക്കൂ എന്നും അങ്ങനെയുള്ളതായൊരവസ്ഥ സംഭവിക്കുവേക്കോ എന്ന് സകല സംശയങ്ങളെയും തീർത്തുകൊണ്ട് ഉപദേശിച്ച് അവസാനത്തിൽ പരമജ്ഞാനം അനുഭവപ്പെടുത്തി ഉദ്ധവന്. പ്രത്യർപ്പിതോമേ ഭവതാനുകമ്പിന ഭൃത്യായ വിജ്ഞാനമയ പ്രദീപ. പറയെ കേൾക്കല്ല, പറയല്ല, അനുഭവപ്പെടുത്തി ഭഗവാന്റെ കൃപയാൽ. എന്താ ഉദ്ധവൻ പറയുന്നത്? ഭഗവാനെ, അടിയൻ വലിയൊരു സ്വത്ത് നഷ്ടപ്പെട്ട് ക്ലേശമാകുന്ന കൂരിരുട്ടിൽപ്പെട്ട് വലയായിരുന്നു. പരദിക്കിലും തപ്പി നോക്കിയത് കിട്ടിയില്ല. എന്നാൽ അതെന്താ? വിജ്ഞാനമയ പ്രദീപ. ഈ വിജ്ഞാനമയമാകുന്ന ദീപം, ശ്രീമദ് ഭാഗവത തിരുനാമമാകുന്ന ഈ ദിവ്യ ദീപം, ഭഗവന്നാമ ഭദ്രദീപം അടിയന്റെ ഹൃദയത്തിൽ അത് മായ കട്ടുകൊണ്ടുപോയിരുന്നു. ആ ജ്ഞാനപ്രകാശമില്ലാതെ കണ്ട് മായ കൊണ്ടുപോയിട്ട് നരകിക്കുകയായിരുന്നു അടിയൻ കടന്ന്. അത് നിന്ദ്രവടി തന്നെ മായയിൽ നിന്ന് മേടിച്ച് അടിയന്റെ ഹൃദയത്തിൽ കടാവിളക്ക് പോലെ ഇതാ വിരാജിപ്പിക്കുന്ന കരുണയ്ക്കടിയൻ നമസ്കരിക്കണേ. ഹരേ, അതിലെന്താ കാരണം? ഭവതാനുകമ്പിനാടി. എന്റെ പാണ്ഡിത്യമല്ല, അറിവല്ല, ജ്ഞാനമല്ല, ഉദ്ധവൻ എന്റെ കുട്ടിയാണ് എന്നുള്ള അവിടുത്തെ കരുണയൊന്നുകൊണ്ട് മാത്രമാണ് ഈ ദിവ്യപ്രകാശം അടിയന്റെ ഹൃദയത്തിൽ കിട്ടി കഴിഞ്ഞിരിക്കുന്നത്. അത്രയും ധന്യമായ അവസ്ഥയിലേക്ക് അടിയനെ എത്തിച്ചു അവിടുന്ന്. അങ്ങനെയുള്ള അവിടുത്തെ തൃപ്പാദമല്ല മറ്റെന്തോന്നിനെയാണ് ആശ്രയിക്കുക. വൃക്ഷസ്തമേ സുദൃഢ സ്നേഹഭാഷ ദാസാരുഹവൃഷ്ണി അന്ധകസാത്വതേഷു. യാദവന്മാരിലും വൃഷ്ടികളിലും എല്ലാറ്റിലും ഒട്ടിക്കിടക്കുന്ന സ്നേഹഭാസന്താ അറ്റുകഴിഞ്ഞു. ആത്മസ്വരൂപന്താ പ്രകാശിച്ചു കഴിഞ്ഞു അവിടുത്തെ കരുണയാൽ. ശരി, ജ്ഞാനത്തിൽ ലയിച്ചോളൂ.
ജ്ഞാനാദേവതു കൈവല്യം എന്നല്ലേ? എന്നാണെങ്കിൽ ആ ജ്ഞാന സാഗരത്തിൽ അടിയൻ ലയിക്കണില്ല. അടിയന് ജ്ഞാനം വേണ്ട. വൃന്ദാവനത്തിലെ ഗോപസുന്ദരികളെ പോലെ ശ്രീകൃഷ്ണപാദം ഹൃദയത്തിൽ അങ്ങനെ മിന്നിത്തിളങ്ങിക്കൊണ്ട് എല്ലാം കൃഷ്ണമയമായി കണ്ടുകൊണ്ട് എല്ലാം കൃഷ്ണനാമമായി അനുഭവപ്പെട്ടുകൊണ്ട് അനപായിനിയായ രതി അടിയൻ അനുഭവപ്പെടുത്തി തരണേ. നമോസ്തുതേ മഹായോഗിൻ പ്രപന്നവനുസാധിമാം യഥാത്വചരണാം ഭോജേ യതിസ്യാദനവായിനി എന്ന് ഉദ്ധവൻ പ്രാർത്ഥിച്ചത് മറക്കാതെ ഇന്നു മുതൽക്ക് പ്രാർത്ഥിക്കണേ സുഹൃത്തുക്കളെ എന്ന് കാണിക്കുന്ന ഉദ്ധവന്റെ ബദരീ യാത്ര വർണ്ണിച്ചു. സ്വർഗാരോഹണം വർത്തമാനം, അത് കഴിഞ്ഞ് മുക്തി എന്ന വിഷയം കഴിഞ്ഞ് ദ്വാദശത്തിൽ ആശ്രയം. ആ ആശ്രയത്തിലെത്താൻ താമസിക്കരുത്. ഇന്നുണ്ട് ജോലി ഭഗവത് സ്മൃതി നാളെയാവാം. ഇന്നെനിക്ക് ജോലിയുണ്ട്, ഉദ്യോഗമുണ്ട്, ഒക്കെ കഴിയട്ടെ. ഗുരുവായൂരപ്പനെ സ്മരിക്കാൻ എന്ന് വിചാരിക്കരുത്. കാലം ഭയങ്കരമാണ്. എവിടെ നോക്കിയാലും കലഹമാണ്. ജീവിക്കാൻ കൊള്ളില്ല ഇന്നത്തെ കാലം. അയ്യോ, എങ്ങനെയാ തന്റെ പ്രജകൾ കഴിഞ്ഞുകൂടാ എന്ന് കണ്ണീരുവാർക്കണ്ട രാജാവേ. കലേർദോഷനിധേ രാജൻ അസ്തിഹ്യേകോ മഹാൻ ഗുണ കീർത്തനാദേവകൃഷ്ണസ്യ മുക്തസംഗ പരം പ്രജയിൽ. 100,000 ദോഷങ്ങൾക്ക് ഇരിപ്പിടമാണ് കരിയെന്നിരുന്നാലും ഏകോ മഹാൻ ഗുണ അസ്തി. ദോഷങ്ങൾ അനേകണ്ട കലിക്ക് ഗുണം ഒന്നേ ഉള്ളൂ. അതേതാ? മഹാൻ ഗുണ. എത്രയാണ് അതിന് മഹത്വം എന്നുള്ളത് പറയാൻ സാധ്യമില്ല. മഹാൻ ഗുണ. ഗുരുവായൂർ വന്നാലത്തെ ആനന്ദം, ഭാഗവതം ശ്രവണം ചെയ്താലത്തെ പരമാനന്ദം, അവിടുത്തെ പുഞ്ചിരി കണ്ടാലത്തെ ആനന്ദം, തിരുനാമം ജപിച്ചാലത്തെ ആനന്ദം വർണ്ണിച്ചു മനസ്സിലാക്കാൻ സാധ്യമാണോ? ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാവുക. ഇതുപോലെ അനുഭവിച്ചറിയേണ്ടതാണ്. മഹാൻ ഗുണ. ഒന്ന് പറയൂ സദ്ഗുരു, അടിയങ്ങൾക്ക് അറിയില്ല ആ ഗുണം എന്താ എന്ന ഹൃദയം മുട്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ പറയാണ്, കൃഷ്ണസ്യ കീർത്തനാദേവ മുക്തസംഗ പരം വ്രജേൽ. സച്ചിദാനന്ദ കട്ടയായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കീർത്തനാദേവ, അവിടുത്തെ കഥകൾ അങ്ങനെ കേട്ട് 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 ഹൃദയമലിഞ്ഞുകൊണ്ട് കൃഷ്ണ ഹരേ നാരായണ 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 എന്ന് കീർത്തനാദേവ. ആ കീർത്തനം ഒന്നുകൊണ്ട് തന്നെ മുക്തസംഗ, എല്ലാ സംസാര ക്ലേശങ്ങളിൽ നിന്നും മോചനം സിദ്ധിക്കായി കംസാരിയായ ഭഗവാന്റെ പാദത്തിൽ എത്തിച്ചേരുന്ന വിശതയെന്നല്ല വ്രജേൽ. രണ്ട് കൈയും പൊക്കി പറയാണ് സുഖബ്രഹ്മരുഷി. കൈകാലം ദോഷങ്ങൾ അനേകമുണ്ടെങ്കിലും വലിയൊരു ഗുണമുണ്ട്. അതാണ് ഗുരുവായൂരപ്പന് ഇവിടെ നൽകണത്. നാവ് കയ്യിലുണ്ട്, പണച്ചെലവില്ല, വാടകയ്ക്കൊന്നും നാവ് കൊടുത്തില്ലേവോ, എന്തെല്ലാം സംസാരിക്കുന്നുണ്ട്. ഭഗവാന്റെ നാമം ജപിക്കണേ, ഗുരുവായൂരപ്പനെ വിളിക്കണേ, വിളിച്ചോളൂ നിരന്തരം. ആ വിളി കൊണ്ട് തന്നെ സകല ബന്ധങ്ങളിൽ നിന്നും മോചിച്ച് പരമപദത്തിൽ എത്തിച്ചേരാം. കലികാലത്ത് അത്രയും നാമത്തിന് മഹത്വമുണ്ട് എന്നും നിത്യനൈമിത്തികങ്ങളായ പ്രളയങ്ങളെക്കുറിച്ചും ബ്രഹ്മോപദേശം, സുഖബ്രഹ്മഋഷിയുടെ എഴുന്നള്ളത്ത്, പരീക്ഷത്തിന്റെ മുക്തി, വേദവിഭാഗം, മാർക്കണ്ഡേയോപാഖ്യാനം, ക്രിയായോഗം, ഇങ്ങനെ യാതൊരു ചരിത്രമാണോ വർണ്ണിക്കാനായിക്കൊണ്ട് നിങ്ങൾ അപേക്ഷിച്ചത്? അത് ഗുരുവായൂരപ്പന്റെ കരുണയാൽ അല്പന്താ അർപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാം ഭാഗ്യവാന്മാരാണ്. ഇത്രയൊന്നും വേണമെന്നില്ല. ഈ 6-7 ദിവസമായിട്ട് ഇവിടെ വന്ന് കേട്ടില്ലേ നിങ്ങൾ? അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വന്ന് ശ്രദ്ധയോടുകൂടി കഥ കേട്ടില്ലേ? നിങ്ങൾക്ക് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവാതിരിക്കില്ല. ഇത്രയൊന്നും വേണമെന്നില്ല ഗുരുവായൂരപ്പന്റെ കാരുണ്യത്തിന്. പതിതസ്ഖലിതശ്ചാർത്ത ക്ഷുത്വാ വിവശോ ബ്രുവൻ ഹരയേ നമഃ ഇത്യുച്ചൈർമുച്യതേ സർവവാദകാൽ. പതിത പെട്ടെന്ന് അങ്ങോട്ട് വീഴുന്ന സമയമായാലും, കാലിടറുന്ന സമയത്തായാലും, കോട്ടവായിടുന്ന സമയത്തിലോ, വിശന്നു വലയുന്ന സമയത്തിലോ, ഏതെങ്കിലും വിധത്തില് ഹരയേ നമഃ
ഇത്യുച്ചയർമുച്ചതേ സർവപാതകാൽ. ഉച്ചത്തിലെ ലജ്ജ വിട്ട് ഹരേ നമ എന്നങ്ങ് ജപിച്ചു കഴിഞ്ഞാൽ സമസ്ത ദുരിതങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും മോചനം ഉടനെ തന്നെ സിദ്ധിക്കണു. അത്ര ശക്തിയുണ്ട് അവിടുത്തെ തിരുനാമത്തിന്. അവശനായിട്ടായാൽ തന്നെ ആ ഭഗവാന്റെ കഥയല്ലേ നിങ്ങൾ കേട്ടത്? നമുക്കൊന്ന് വിളിക്കണ്ടേ ആ ഭഗവാനെ? നിത്യേന രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു 3 ഗുരു ഉച്ചത്തില് ഹരേ നമ ഹരേ നമ എന്ന് ജപിക്കാറാക്കി തരണേ. ഗുരുവായൂരപ്പ, ഞങ്ങൾക്ക് ശക്തിയില്ല, ഞങ്ങളുടെ നാവിലൊന്ന് അവിടുന്ന് കളിയാടണേ. ഹരേ നമ ഹരേ നമ ഹരേ നമ എന്ന് വിളിച്ചോളൂ. വിവശനായിട്ട് ജപിച്ചാൽ തന്നെ സർവപാപങ്ങളിൽ നിന്നും മോചനം സിദ്ധിക്കണോ എന്നിരിക്കെ, സംസാരമോചനം പോലും സിദ്ധിക്കണോ എന്നിരിക്കെ ശ്രദ്ധാഭക്തിയോടുകൂടി നിത്യേന ഹരേ നമ ഹരേ നമ ഹരേ നമ ഇത്യുച്ചയർമുച്ചതേ സർവപാതകാൽ. അങ്ങനെ ശീലിച്ചു നോക്കൂ. എന്താ കിട്ടുക? പണമല്ല, പദവിയല്ല കിട്ടുക, ഗുരുവായൂരപ്പനെ തന്നെയാണ് കിട്ടുക. സങ്കീർത്യമാനോ ഭഗവാനനന്ദ ശ്രുതാനുഭാവോ വ്യസനം ഹി പുംസാം പ്രവിശ്യനിത്തം വിധുനാത്യശേഷം യഥാതമോർക്കോ പ്രവിവാദിവാദ. സങ്കീർത്യമാനോ ഭഗവാനനന്ദ, ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി കൃഷ്ണ ഹരേ ഹരേ എന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് വിളിച്ചാൽ ഉറക്കല്ല വരിക, തമസ്സല്ല പോവുക, തമസ്സല്ല വരിക, അകലുന്ന ഉണ്ണികൃഷ്ണനാണ് ഹൃദയത്തിൽ അങ്ങനെ പ്രവേശിക്കും. ആ ഹൃദയത്തിലെ മാലിന്യമെല്ലാം നിശേഷം നശിപ്പിക്കും. അത്ര കരുണാമൂർത്തിയാണ് അവിടുത്തെ വിളിച്ചു കഴിഞ്ഞാൽ. ആ ഭഗവാന്റെ കാരുണ്യം വർണ്ണിക്കുന്ന വാക്കാണ് വാക്ക്. അതല്ലാത്ര എത്ര മനോഹരമായ വാക്ക് തന്നെ ആയാലും ഹരേ യശസ്സില്ലെങ്കിൽ ജഗൽപവിത്രം പ്രഗ്നീതകരീതിൽ എത്ര സുന്ദരമായ സാഹിത്യ നിറഞ്ഞ വാക്കുകൾ തന്നെ ആയാലും സർവേശ്വരനായ ഗുരുവായൂരപ്പന്റെ കാരുണ്യം സ്മരിച്ചിക്കണില്ലെങ്കിൽ, തിരുനാമത്തിന്റെ മഹത്വം പറയുന്നില്ലെങ്കിൽ അവിടെ സജ്ജനങ്ങൾ രമിക്കില്ല. അത് കാക്ക കൊത്തി തിന്ന് ലഹള കൂട്ടി കൂടാനുള്ള ഇച്ചിൽ കുപ്പയാണ്. സജ്ജനങ്ങൾ അവിടെ രമിക്കില്ല. നേരെ മറിച്ച് സവാഗ് വിസർഗോ ജനതാക സംപ്ലവ യസ്മിൻ പ്രതിശ്ലോകമബദ്ധവത്യപി നാമാന്യനന്ദസ്യ യശോംഗിതാനി യത് ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവാ. ഏതെങ്കിലും വിധത്തില് ആ ഭഗവാന്റെ ദിവ്യമംഗളമായ നാമങ്ങള് അഥവാ അല്പം വ്യാകരണ പിഴവോടുകൂടി പിഴച്ചു തന്നെ അല്പം പിഴച്ചു തന്നെ ആയാലും യാതൊരു വർണ്ണനയിലാണോ ഭാഗവതത്തിലാണോ അക്ഷരം പ്രതി പദം പ്രതി ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുനാമത്താൽ അങ്കിതമായിരിക്കുന്നത്, അങ്ങനെയുള്ള കഥ പാടുന്ന ദിക്കിലാണ് സജ്ജനങ്ങൾ ഒത്തൊരുമിക്കുക. അവിടെയാണ് ഭഗവാൻ വിരാജിക്കുക. തദേവ സത്യം തതുഹൈവ മംഗളം തദേവ രമ്യം രുചിരം നവന്നവം തദേവ ശശ്വന്മനസോ മഹോത്സവം. അതൊന്നു മാത്രമാണ് സത്യമായിട്ടുള്ളത്. എത്ര കേട്ടാലും മതി വരാത്തത്, നവമായിട്ടുള്ളത്, രുചിരുചിരമായിട്ടുള്ളത്. എത്ര സപ്താഹമായി ഇവിടെ നടക്കുന്നത്? ഇതൊക്കെ സത്യമല്ലേ? ഓരോ സപ്താഹയജ്ഞം കേൾക്കും തോറും ഇനിയും കേൾക്കണം തോന്നായി, ഉറക്കങ്ങനെ കുറഞ്ഞിറങ്ങായി, ആനന്ദങ്ങനെ അനുഭവപ്പെടുകയായി. നവമല്ലേ? അതുപോലെ ആദിവ്യാധികളാൽ വലയുന്ന കത്തിയെരിയുന്ന ഹൃദയത്തിന് ശാന്തി നൽകുന്ന, സമാധാനം നൽകുന്നത് ഈ ഉത്തമ ശ്ലോകനായ ഗുരുവായൂരപ്പന്റെ തിരുനാമം കഥകൾ ഇത് മാത്രമാണ്. അങ്ങനെയുള്ള ആ ശ്രീമദ് ഭാഗവതം ശ്രവിക്കാൻ സാധിച്ച നിങ്ങളെല്ലാം ഭാഗ്യവാന്മാരാണ്. അവിടെ സംസാരിക്കുമ്പോൾ പ്രസംഗം കൂടിയായാൽ പറ്റുമോ? ശൈലി ഗുരുവായൂരപ്പ, അവിടുത്തെ ദിവ്യലീലകള് അതങ്ങനെ പാടുക, അവിടുത്തെ തിരുനാമങ്ങൾ അങ്ങനെ ഉച്ചരിക്കുക. അതിന് ഭാഗ്യം സൂതന്റെ കരുണയാൽ ഞങ്ങൾക്ക് ലഭിച്ചു. ഇനി എന്നാ സാധിക്കുക?
ഞങ്ങൾക്കൊന്ന് അനുഗ്രഹം വേണം. ഞങ്ങളെല്ലാവരും ഒന്ന് നമസ്കരിക്കും.